ഹലോ ഗൈസ്, ഇന്ന് എന്താണെന്നറിയില്ല, എന്തെങ്കിലും കറുമുറു കഴിക്കാൻ വേണ്ടി ഭയങ്കര കൊതി വന്നു കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ സഹായിക്കാൻ വരുന്ന ചേച്ചി പറഞ്ഞു ഞാൻ ചക്ലി ഉണ്ടാക്കി തരാമെന്ന്. അതായത് നമ്മുടെ നാട്ടിൽ മുറുക്ക് എന്ന് പറയും, കർണാടകയിൽ ചക്ലി എന്ന് പറയും. അപ്പം നമ്മളെല്ലാവരും ചേച്ചിയുടെ ചക്ലി കഴിക്കാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. വായിൽ വെള്ളം ഊറിയിരിക്കുകയായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ചക്ലി ഉണ്ടാക്കാനോ കഴിക്കാനോ പറ്റിയില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ മുറുക്ക് ഉണ്ടാക്കുന്ന ചില്ലില്ലേ, അത് അമ്മൂമ്മ എവിടെയോ കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു. അത് തെരഞ്ഞ് മനുഷ്യൻ്റെ ഊപ്പാട് ഇളകി എന്നല്ലാതെ വേറെ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അപ്പം എൻ്റെ സങ്കടം കണ്ടിട്ട് വളരെ നല്ല മനസ്സുള്ള ചേച്ചി പറഞ്ഞു, ചക്ലി പോയാൽ പോട്ടെ, ഞാൻ നിപ്പട്ട് ഉണ്ടാക്കി തരാമെന്ന്. നിപ്പട്ടും കർണാടകയിൽ കിട്ടുന്ന ഒരു സ്നാക്കാണ് കേട്ടോ, ഒരു 4 മണി പലഹാരമാണ്. നമ്മുടെ നാട്ടിലെ ഒരു പപ്പട വടയുടെയൊക്കെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, നിപ്പട്ട് വേണ്ട ചേച്ചി, നമുക്ക് മിക്സ്ചർ മതി എന്ന്. അപ്പോൾ ആൾ ഓക്കെ, മിക്സ്ചറെങ്കിൽ മിക്സ്ചർ, ഐ എം റെഡി എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ആൾ കടലമാവ്, അരിപ്പൊടി, ഉപ്പ് എന്തൊക്കെയോട്ട് കുഴച്ച് നല്ലൊരു അടിപൊളി ബാറ്റർ ആദ്യം സെറ്റാക്കി, മാവ് സെറ്റാക്കി കേട്ടോ. അതിനെ നല്ല രീതിയിൽ പീച്ചി എടുത്തു. നമ്മുടെ കാര മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം ബൂന്തി വറുത്തെടുത്തു, പൊരികടല വറുത്തെടുത്തു, പീനട്ട് വറുത്തെടുത്തു, കാഷ്യൂനട്ട്, ഗ്രേപ്സ്, കറിവേപ്പില, അവിൽ, നിങ്ങൾക്ക് എന്തൊക്കെ വറുത്തെടുക്കണോ അതെല്ലാം വറുത്തെടുക്കാം കേട്ടോ. നമ്മൾ കുറച്ച് റിച്ച് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടത്. അങ്ങനെ എല്ലാം വറുത്തെടുത്തതിന് ശേഷം ഇനി സ്റ്റെപ്സ് വളരെ സിമ്പിളാണ്. എല്ലാം കൂടെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കടുക് വറ, അതായത് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ സ്പൈസി സൂടാ കർണാടക സ്പെഷ്യൽ കാര മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ മിക്സിങ്ങിലാണ് കാര്യം. ചേച്ചി അടിപൊളിയെ മിക്സ് ചെയ്തു, എല്ലാവിടെയും നല്ല അടിപൊളിയായിട്ട് മസാല എല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മിക്സർ പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമില്ല ഗൈസ്, കാരണം പുറത്ത് 350 രൂപയാണ് കേട്ടോ 1/2 കിലോന്. അപ്പം ശരി, ചാ